ഹായ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക്. അപ്പോൾ ഞാനിന്ന് ഈ ചൂടിൻ്റെ സമയത്തൊക്കെ സെർവ് ചെയ്യാൻ പറ്റുന്ന അടിപൊളിയായിട്ട് ഡ്രിങ്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ കാണിക്കാൻ പോകുന്നത്. നല്ല ചൂടല്ല ഈ ടൈമിലൊക്കെ. അപ്പോൾ നമുക്ക് ഇതൊക്കെ ഒരു ഗ്ലാസ് കുടിക്കുകയാണെങ്കിൽ നല്ലൊരു ആശ്വാസം കിട്ടും കേട്ടോ. ഇനിയിപ്പോൾ അത് മാത്രമല്ല, ഗസ്റ്റൊക്കെ വരുന്ന സമയത്താണെങ്കിലും നമുക്ക് സെർവ് ചെയ്യാൻ പറ്റുന്ന അടിപൊളിയായിട്ടൊരു ഡ്രിങ്കാണ് കേട്ടത്. കുറച്ച് ചേരുവകൾ മാത്രം മതി കേട്ടോ ഈ ഒരു റെസിപ്പി റെഡിയാക്കി എടുക്കാൻ. അപ്പോൾ ഇനി നമുക്കതിൻ്റെ റെസിപ്പിയിലേക്ക് കടക്കാം. അപ്പോൾ അതിലേക്ക് മെയിനായിട്ട് വേണ്ടത് ക്യാരറ്റാണ്. ഞാനിപ്പോൾ ഒരു മീഡിയം സൈസിലുള്ള 2 ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ തോലൊക്കെ കളഞ്ഞ് ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി വെച്ചതാണ്. ഇനി ഇത് നമുക്ക് ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് ഒന്ന് വേവിച്ചെടുക്കാനുണ്ട്. അപ്പോൾ കുക്കറിലിട്ട് വേവിച്ചെടുക്കുകയാണെങ്കിൽ 2 വിസിൽ വരുന്നത് വരെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വേവിച്ചെടുക്കുക. അതല്ലെങ്കിൽ നമുക്ക് സോസ് പാനിലിട്ട് വേവിച്ചെടുക്കാം കേട്ടോ. ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ അതവിടെ വേവുന്ന സമയം കൊണ്ട് നമുക്കതിലേക്ക് വേണ്ടിയിട്ട് ഒരു ബാറ്റർ റെഡിയാക്കി എടുക്കണം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് കുറച്ച് സേമിയ എടുത്ത് വേവിക്കാനുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഇത് 1/2 കപ്പ് വറുത്ത സേമിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ വറുത്ത സേമിയ ആയാലും കുഴപ്പമില്ല, വറുക്കാത്ത സേമിയ ആയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ 1/2 കപ്പ് സേമിയയിലേക്ക് 1/4 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ വെള്ളം കൂടി പോകരുത്, 1/4 കപ്പ് വെള്ളമാണ് കേട്ടോ 1/2 കപ്പ് സേമിയയിലേക്ക് എടുത്തിട്ടുള്ളത്. അപ്പോൾ ആ പാനിലേക്ക് 1/4 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ കൂടെ തന്നെ 2 ടീസ്പൂൺ പഞ്ചസാരയും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ, ചെറിയൊരു മധുരത്തിന് വേണ്ടിയിട്ട്. ഇനി അതിൻ്റെ കൂടെ ഒരു പിഞ്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി ഈ വെള്ളം നന്നായിട്ട് തിളച്ച് വന്നതിന് ശേഷം വേണം നമുക്ക് ആ ഒരു സേമിയ ഇട്ട് വേവിച്ചെടുക്കാൻ. അപ്പോൾ ഈ ഡ്രിങ്ക് കുടിക്കുന്ന സമയത്ത് സേമിയൊക്കെ ഇടയിലൊന്ന് കടിക്കാൻ കിട്ടുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ സേമിയ മാക്സിമം ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനിയിപ്പോൾ ഈ സേമിയക്ക് പകരം റാഗി സേമിയ ഉണ്ടല്ലോ, അതായാലും ഒന്നുകൂടെ ഒന്ന് ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അത് കയ്യിലുണ്ടെങ്കിൽ അതന്നെ ഉപയോഗിക്കാം. അപ്പോൾ ആ സേമിയ ഇട്ട് കൊടുത്തിട്ട് ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ച് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്ത് നമുക്കത് വേവിച്ചെടുക്കാം. 1-2 മിനിറ്റ് കൊണ്ട് തന്നെ സേമിയ വേവിട്ടാ. അപ്പോൾ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. അപ്പോൾ ഉണ്ടല്ലോ, ഇപ്പോൾ ഇവിടെ സേമിയ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഈ ഒരു പരുവത്തിലായി കിട്ടിയാൽ മതി. അപ്പോൾ നമ്മൾ തൊട്ട് നോക്കുന്ന സമയത്ത് സേമിയ വെന്തിട്ടുണ്ടാവും കേട്ടോ. ഇനി ഇത് ചൂടാറുന്ന സമയത്ത് ഒന്നും കൂടെ ഒന്ന് ഡ്രൈ ആയിട്ട് മാറും. അപ്പോൾ ഇത് ഇത്രയും മതി. നമുക്ക് ഫ്ലെയിം ഓഫാക്കിയിട്ട് പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി ഇത് ചൂടാറുന്ന സമയത്ത് ഒന്നും കൂടെ ഒന്ന് ഡ്രൈ ആയിട്ട് മാറും കേട്ടോ. അപ്പോൾ അത് ഇത്രയും മതി. അപ്പോൾ അത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഒരു സെയിം പാനിലേക്ക് തന്നെ കുറച്ച് പാൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ 3 കപ്പ് പാലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ 250 ml കപ്പിൽ 3 കപ്പ് പാൽ, 3/4 ലിറ്ററോളം പാലെടുത്തിട്ടുണ്ട്. അപ്പോൾ അതേ പാനിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ്. ഇനി അതിൻ്റെ കൂടെ തന്നെ 1 കപ്പ് സാദാ വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കുകയാണ് കേട്ടോ, സാദാ പച്ചവെള്ളം. ഇനി അതിന് പകരം 4 കപ്പ് പാലെടുത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ 1 കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ അത് കറക്റ്റ് അളവ് പറഞ്ഞാൽ 1 ലിറ്റർ ആയിട്ടുണ്ട്. അപ്പോൾ 1 ലിറ്റർ പാലിൽ തന്നെ ചെയ്തെടുക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലതായിരിക്കും. ഇനിയിപ്പോൾ അതിലേക്ക് 4 ടീസ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് തൽക്കാലം 4 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ലാസ്റ്റൊക്കെ ടൈം ആകുമ്പോൾ മധുരം ഒന്ന് ചെക്ക് ചെയ്തിട്ട് വേണമെങ്കിൽ അപ്പോൾ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ 4 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ പാൽ നന്നായിട്ട് തിളച്ച് വരണം. അപ്പോൾ പാലവിടെ തിളക്കുന്ന സമയത്ത് നമുക്കതിലേക്ക് വേണ്ടിയിട്ട് കസ്റ്റാർഡ് പൗഡർ ആവശ്യമുണ്ട്. അപ്പോൾ അതൊന്ന് കലക്കിയിട്ടെടുക്കാം. അപ്പോൾ ഒരു ബൗളിലേക്ക് 3 ടീസ്പൂൺ കസ്റ്റാർഡ് പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ടീസ്പൂൺ എന്ന് പറയുമ്പോൾ 3 ടീസ്പൂൺ നിറയെ നന്നായിട്ട് തന്നെ പൊങ്ങി നിൽക്കുന്ന രീതിയിൽ വേണം എടുക്കാൻ. ഇനി ഇത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് കട്ടയില്ലാതെ കലക്കിയെടുക്കുക. ഇനി പാല് നന്നായിട്ട് തിളച്ച് വരുന്ന സമയത്ത് വേണം കേട്ടോ നമുക്കതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ പാൽ അത്യാവശ്യം നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് 1/2 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കുകയാണ്. വാനില എസൻസ് ഓപ്ഷണലാണ് കേട്ടോ, കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. വാനില എസൻസ് കൂടെ ഉണ്ടാകുമ്പോൾ നല്ലൊരു ഫ്ലേവർ വരും, നല്ലൊരു സ്മെല്ലൊക്കെ വരും കേട്ടോ. അപ്പോൾ കയ്യിലുണ്ടെങ്കിൽ മാക്സിമം ചേർത്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് കലക്കി വെച്ചിട്ടുള്ള കസ്റ്റാർഡ് പൗഡറിൻ്റെ മിക്സ് കുറച്ചായിട്ട് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അപ്പോൾ ശ്രദ്ധിക്കുക, കസ്റ്റാർഡ് പൗഡറിൻ്റെ മിക്സ് ചേർത്ത് കൊടുക്കുമ്പോൾ ഫ്ലെയിം നന്നായിട്ട് കുറച്ചിട്ടുണ്ടാവണം. ഇനി ഇത് 2-3 മിനിറ്റൊക്കെ ഒന്ന് തിളപ്പിച്ചെടുക്കട്ടെ. അപ്പോൾ കസ്റ്റാർഡ് പൗഡറിൻ്റെ ആ ഒരു പച്ച ടേസ്റ്റൊക്കെ മാറിയിട്ട് നല്ലൊരു ഫ്ലേവർ വരും. അപ്പോൾ 1-2 മിനിറ്റൊക്കെ ഒന്ന് തിളപ്പിച്ചെടുക്കുക. നന്നായിട്ട് ഇളക്കി കൊടുക്കാനും ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ അടിക്ക് പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇഷ്ടപ്പെടാമെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യുക.
വേണ്ടല്ലോ. ഇതിപ്പോൾ അത്യാവശ്യം 2-3 മിനിറ്റൊക്കെ തിളച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ മധുരം നോക്കിയപ്പോൾ കുറച്ച് കുറവാണെന്ന് തോന്നി. അപ്പോൾ അതിൻ്റെ കൂടെ 2 ടീസ്പൂണും കൂടെ പഞ്ചസാര ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിന് പകരം കണ്ടൻസ് മിൽക്കൊക്കെ ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. അപ്പോൾ ഒന്നുകൂടെ ഒന്ന് ടേസ്റ്റ് ഉണ്ടാകും. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഫ്ലെയിം ഓഫാക്കിയിട്ട് ചൂടാറാനായിട്ട് വെക്കട്ടെ. നന്നായിട്ട് ചൂടാറിയതിന് ശേഷം വേണം നമുക്കത് ഫ്രിഡ്ജിലേക്ക് മാറ്റി വെക്കാൻ. ഇനിയിപ്പോൾ ആ സമയത്ത് നമുക്ക് ക്യാരറ്റ് ഒന്ന് അരച്ചിട്ടെടുത്ത്, അപ്പോൾ പുഴുങ്ങിയെടുത്ത ക്യാരറ്റ് ഉണ്ടല്ലോ, അപ്പോൾ ഞാനിപ്പോൾ ഇത് കുറച്ച് ബീട്രൂട്ടിൻ്റെ കൂടെയാണ് കേട്ടോ പുഴുങ്ങിയിട്ടുണ്ടായിരുന്നത്. വേറൊരു ജ്യൂസ് അടിക്കാൻ വേണ്ടിയിട്ട് ബീട്രൂട്ട് പുഴുങ്ങാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കൂടെ ഇട്ട് ക്യാരറ്റ് പുഴുങ്ങിയെടുത്തതാണ് കേട്ടോ ഈ ഒരു കളറിലുള്ളത്. ഇനി അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്ത് നല്ല ഫൈനായിട്ട് തന്നെ അരച്ചെടുത്തിട്ട് വരാം. അപ്പം വെള്ളം കൂടി പോവണ്ട, 1-2 ടേബിൾ സ്പൂൺ മാത്രം വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. അപ്പോൾ അത് നല്ല ഫൈനായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ബീട്രൂട്ടിൻ്റെ കൂടെ ഇട്ട് പുഴുങ്ങിയതുകൊണ്ടാണ് കേട്ടോ ക്യാരറ്റിന് ഈ ഒരു കളറ് വന്നിട്ടുള്ളത്. അതുകൊണ്ട് ടേസ്റ്റിലൊന്നും മാറ്റമൊന്നും വരില്ല. ഇനിയിപ്പോൾ നമുക്ക് അത് ഈ ഒരു പാലിൻ്റെ മിക്സിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് രണ്ടും കൂടെ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് യോജിപ്പിച്ചതിന് ശേഷം നന്നായിട്ട് തന്നെ ചൂടാറിയതിന് ശേഷം വേണം കേട്ടോ അത് ഫ്രിഡ്ജിലേക്ക് വെച്ച് കൊടുക്കാൻ. അപ്പോൾ ഈ ഒരു ഡ്രിങ്ക് കുടിക്കുന്ന സമയത്ത് അത്യാവശ്യം തണുപ്പിച്ചിട്ട് വേണം കുടിക്കാൻ. അപ്പോൾ അത് എത്രയും നേരത്തെ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ അത്രയും ടേസ്റ്റാണ് കേട്ടോ. ഇനിയിപ്പോൾ ടൈമൊക്കെ ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്കത് ഉണ്ടാക്കിയതിന് ശേഷം ചൂടാറി കഴിഞ്ഞിട്ട് ഫ്രീസറിലേക്ക് വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ പെട്ടെന്ന് തന്നെ തണുത്ത് കിട്ടിക്കോളും. അപ്പോൾ ഇതൊക്കെ ആ ഒരു പാലിലുണ്ടായിരുന്ന നെയ്യിൻ്റെ ഇതാണ് കേട്ടോ. നെയ്യ് അങ്ങനെ ഒരു ചൂടാറി വരുമ്പോൾ ഉണ്ടാവില്ല, ഒരു കട്ടയായി പോവുക, ആ ഒരു ഐറ്റംസാണ് കേട്ടോ വൈറ്റ് കളറിൽ കാണുന്നത്. അപ്പോൾ അത് ചൂടാറി വന്നോട്ടെ, നമുക്കത് അടച്ചു വെച്ച് കൊടുക്കാം. ഇനി ആ സമയത്ത് നമുക്കതിലേക്ക് വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കാനുള്ള കുറച്ച് ഫ്രൂട്ട്സൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാനുണ്ട്. അപ്പോൾ ഞങ്ങളുടെ കയ്യിൽ ഏതൊക്കെ ഫ്രൂട്ട്സ് ഉണ്ടോ അതൊക്കെ നമുക്ക് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ആദ്യം തന്നെ ഞാനിപ്പോൾ ഒരു ബൗളിലേക്ക് കുറച്ച് കസ്കസ് 2 ടേബിൾ സ്പൂണോളം കസ്കസ് എടുത്തിട്ടുണ്ട്. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് മാറ്റി വെക്കുകയാണ്. അപ്പോൾ ഏതൊരു ഡ്രിങ്കിലായാലും കസ്കസ് ഉണ്ടാകുമ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റാണ് നമുക്ക് കുടിക്കുന്ന സമയത്തല്ലേ. അപ്പോൾ കസ്കസ് മാക്സിമം കൂട്ടി കൊടുക്കുക. ഇനിയിപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഞാനിപ്പോൾ കുറച്ച് ചെറീസ് എടുത്തിട്ടുണ്ട്, കുറച്ച് ഡ്രൈ ഗ്രേപ്സ് ഇട്ട ഉണക്കമുന്തിരി എടുത്തിട്ടുണ്ട്, ഒരു നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്ര എൻ്റെ കയ്യിലിപ്പോൾ ഫ്രൂട്ട്സ് ആയിട്ടുള്ളൂ, അത് ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ആപ്പിൾ, റുമാനി അതെല്ലാം ഐറ്റംസ് ഉണ്ടോ, മാംഗോ ഇതെല്ലാം ഐറ്റംസ് ഉണ്ടോ അതൊക്കെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. പൈനാപ്പിൾ ചേർത്ത് കൊടുക്കണ്ട. ഇനിയിപ്പോൾ അതെല്ലാം ഇതുപോലെ ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് വേണം അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ. പിന്നെ അല്ലേ ഫ്രൂട്ട്സ് ഓവറായിട്ട് ചേർത്ത് കൊടുക്കുകയും ചെയ്യരുത് കേട്ടോ. കുറച്ച് ഐറ്റംസ് മാത്രമേ ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ ഓവറായിട്ട് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് വേറെ ഒരു ഫ്രൂട്ട് സലാഡായിട്ട് മാറും കേട്ടോ. ഇത് നമ്മളിപ്പോൾ റെഡിയാക്കി എടുക്കുന്ന ഡ്രിങ്ക് അല്ലേ, അപ്പോൾ കുറച്ച് ഫ്രൂട്ട്സ് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഞാനിപ്പോൾ പഴം മൊത്തമായിട്ട് തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ചെറീസും ഉണക്കമുന്തിരിയും ഒക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് എടുക്കുക കേട്ടോ. അപ്പോൾ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ടെടുക്കുക. അപ്പോൾ ഡ്രിങ്കൊക്കെ ആകുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ കഴിക്കാനൊക്കെ സിമ്പിൾ, അതുപോലെ കട്ട് ചെയ്തെടുക്കുമ്പോഴല്ലേ. അപ്പോൾ ഇതാ ഞാനിപ്പോൾ മൊത്തമായിട്ട് തന്നെ കട്ട് ചെയ്ത് മാറ്റി വെക്കാണ്. അപ്പോഴേക്കും നമ്മുടെ ഒരു കസ്റ്റാർഡിൻ്റെ മിക്സ് നന്നായിട്ട് തന്നെ തണുത്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഞാനിപ്പോൾ ഫ്രീസറിൽ വെച്ച് കൊടുത്തിട്ട് തണുപ്പിച്ചെടുത്തതാണ്. നന്നായിട്ട് തന്നെ തണുത്തൊക്കെ വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ആദ്യം തന്നെ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന സേമിയ ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ സേമിയ തണുത്ത് വന്നപ്പോൾ ഒന്നും കൂടെ ഒന്ന് കട്ടയായി പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ കൈ വെച്ചിട്ടൊന്ന് എന്താ പറയുക സെപ്പറേറ്റ് ആക്കിയിട്ട് വേണം അതിലേക്ക് ചേർത്ത് കൊടുക്കാൻ. ഇനി നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ കട്ടയായിട്ട് കിടക്കുന്നുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കട്ടെ. നന്നായിട്ട് തന്നെ ഒന്ന് ഉടച്ച് കൊടുക്കുക സേമിയ. അപ്പോൾ കറക്റ്റായിട്ട് എല്ലാ ഭാഗത്തേക്കും ഉണ്ടാവുള്ളൂ. ഇനി നമുക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഐറ്റംസ് എല്ലാം അതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കുക. ഇനി അതിൻ്റെ കൂടെ തന്നെ കുതിരാനായിട്ട് മാറ്റി വെച്ചിട്ടുള്ള കസ്റ്റാർഡും കൂടെ കസ്കസും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കട്ടെ. ഇത്ര പണിയുള്ളൂ. നല്ല ടേസ്റ്റാണ് ഈ ഒരു റെസിപ്പി. അപ്പോൾ ശ്രദ്ധിക്കുക, നന്നായിട്ട് തന്നെ തണുപ്പിച്ചതിന് ശേഷം വേണം കേട്ടോ അത് സേവ് ചെയ്തെടുക്കാൻ. ഇനിയിപ്പോൾ തണുപ്പിക്കാൻ ടൈമില്ലെങ്കിൽ നമുക്ക് ഫ്രീസറിൽ വെച്ച് കൊടുത്താൽ മതി. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫ്രീസറിൽ വെച്ചിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ കണ്ടല്ലോ, കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാകും അടിപൊളി ടേസ്റ്റ് ആയിരുന്നുണ്ട്. അത് നല്ലൊരു റെസിപ്പിയാണ്. ഇനിയിപ്പോൾ കുറേ ഐറ്റംസ് ഫ്രൂട്ട്സ് വേണമെന്നൊന്നും വിചാരിക്കേണ്ട, 1-2 ഐറ്റംസ് ഉണ്ടായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇനിയിപ്പോൾ ഒന്നുമില്ലെങ്കിൽ നമുക്ക് കസ്റ്റാർഡ് മാത്രം ഇട്ടിട്ടായാലും ഇത് ചെയ്തെടുക്കാം. നല്ല ടേസ്റ്റാണ്.
ഇനിയിപ്പോൾ ഞാനിതൊരു ഗ്ലാസ്സിലേക്ക് സേവ് ചെയ്ത് മാറ്റുകയാണ്. അപ്പോൾ ഗസ്റ്റൊക്കെ വരുന്ന സമയത്തായാലും അതുപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴായാലും നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. ഇത് അടിപൊളി ഡെസേർട്ടായിട്ടൊക്കെ നമുക്കത് സേവ് ചെയ്യാൻ പറ്റും. ഒന്നുകൂടെ ഒന്ന് ലൂസാക്കിയിട്ട് വേണമെങ്കിലും നമുക്കിത് സേവ് ചെയ്യാം. ഉണ്ടല്ലോ, ഏതൊരു ഡ്രിങ്കിലായാലും അത് ഡെസേർട്ടിലായാലും ഒരു കസ്കസ് വരുമ്പോൾ അത് കാണാനും പ്രത്യേക ഒരു ഭംഗിയാണല്ലോ അല്ലേ. അപ്പോൾ കസ്കസ് മാക്സിമം ഇട്ടെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനിയിപ്പോൾ ഞാനിപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് ഫോട്ടോയ്ക്ക് വേണ്ടിയിട്ടൊന്ന് ഗാർണിഷ് ചെയ്തെടുക്കാണ് കേട്ടോ. ഇതൊന്നും നിർബന്ധമില്ല. അപ്പോൾ കുറച്ച് ഉണക്കമുന്തിരി ഇട്ടെടുത്തിട്ടുണ്ട്, കുറച്ച് ചെറീസും വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കസ്കസ് ബാക്കിയുള്ളത് അതും കൂടെ അതിൻ്റെ മുകളിലേക്കായിട്ട് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇത് ഞാനിപ്പോൾ ഫോട്ടോയ്ക്ക് വേണ്ടിയിട്ട് മാത്രമാണ് കേട്ടോ ഗാർണിഷ് ചെയ്തെടുക്കുന്നത്. അല്ലെങ്കിലും കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ ഇത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ റെസിപ്പി. ഈ റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് അതിൻ്റെ ഫീഡ്ബാക്കൊക്കെ ഒന്ന് അറിയിക്കുക കേട്ടോ. ഈ ചൂടിൻ്റെ സമയത്തൊക്കെ ഇതൊരു പ്രാവശ്യമെങ്കിലും ഇതൊന്ന് ഉണ്ടാക്കി നോക്കുക, എന്നിട്ട് അതിൻ്റെ ഫീഡ്ബാക്കൊക്കെ ഒന്ന് അറിയിക്കുക. അപ്പോൾ കസ്റ്റാർഡ് വെച്ചിട്ടുള്ളൊരു ഫ്രൂട്ട് സാലഡിൻ്റെ റെസിപ്പി വീഡിയോയിൽ അപ്ലോഡ് ആക്കിയിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ ഫസ്റ്റ് കമൻറ്റായിട്ട് അതിൻ്റെ ലിങ്ക് കൊടുക്കാം. എന്തായാലും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണേ. അപ്പോൾ ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യുക. പുതിയ വീഡിയോയുമായി വീണ്ടും വരാം. അതുവരെ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.